ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വന്യജീവി ആക്രമണം വനമന്ത്രി രാജിവെക്കണമെന്ന് താമരശ്ശേരി രൂപതാ ബിഷപ്പ്. AI വികസനത്തിനായി വൻ അവസരങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരുമെന്ന് സുന്ദർ പിച്ചൈ. യോഗങ്ങളല്ല പരിഹാരമാണ് വേണ്ടത്. വനം മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി VD സതീശൻ. NCPയിൽ തമ്മിലടി. അധ്യക്ഷ സ്ഥാനം രാജിവെച്ച PC ചാക്കോ. ആഗോള വിപണിയിൽ SS ഉയർത്തി പിനാക്ക. വാങ്ങാനൊരുങ്ങി ഫ്രാൻസ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ. സംസ്ഥാനത്ത് തുടർച്ചയായി വന്യജീവി ആക്രമണത്തിൽ കർഷകർ മരിക്കുമ്പോൾ സർക്കാരും വനപാലകരും കർഷകരായതുകൊണ്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ? സർക്കാരും വനപാല ഉദ്യോഗസ്ഥരും നോക്കുകുത്തികളായിട്ട് നിൽക്കുകയാണ്. എവിടെയാണ് ഇവിടെ ഭരണമുള്ളത് എന്ന് നാം ചോദിക്കുക. ജീവിക്കാനുള്ളൊരു അവകാശം അത് ഏതൊരു സാധാരണക്കാരനായ കർഷകൻ്റെയും അവകാശമാണ്. എന്നാൽ ആ കർഷകൻ്റെ അവകാശത്തെ തമസ്കരിക്കുന്നതാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്ന ദാരുണമായ സംഭവങ്ങൾ. ഈ അവസരത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വനമന്ത്രി രാജിവെക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. കേരളത്തിൽ ഒരു ഭരണം ഉണ്ടോ എന്ന് സംശയിക്കുന്നു. കർഷകന് ജീവിക്കാനുള്ള അവകാശങ്ങൾ തമസ്കരിക്കുന്നു. വനംവകുപ്പ് സ്വീകരിക്കുന്നത് കർഷകരെ ഉപദ്രവിക്കുന്ന സമീപനമാണ്. കർഷക മരണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വനമന്ത്രി രാജിവെക്കണമെന്നും കോട്ടയത്ത് നടക്കുന്ന ഇൻഫാം അസംബ്ലിയിൽ പ്രസംഗിക്കവേ താമരശ്ശേരി രൂപതാ ബിഷപ്പ് ആവശ്യപ്പെട്ടു. കാട്ടാനയാക്രമണത്തിൽ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ 180 ജീവനുകളാണ് സംസ്ഥാനത്ത് പൊലിഞ്ഞത്. കഴിഞ്ഞ വർഷം 12 പേർ കാട്ടാനാക്രമണത്തിൽ മരിച്ചു. ഇന്നലെ രാത്രിയിൽ കാട്ടാന ആക്രമിച്ചുവെന്നാണ് വിവരം. ഇന്നലെ ചൂരൽമലങ്ങാടിയിൽ നിന്നും വീട്ടിലേക്ക് സുഹൃത്തുക്കൾക്കൊപ്പം ബാലൻ പോയതാണ്. ഇന്ന് രാവിലെ പണിക്ക് പോകാൻ എത്താത്തതിനാലാണ് മറ്റുള്ളവർ ബാലനെ അന്വേഷിച്ചത്. ഇതിനിടെയാണ് വഴിയിൽ ചവിട്ടി അരയ്ക്കപ്പെട്ട നിലയിൽ ബാലന്റെ മൃതദേഹം കണ്ടത്. ഉരുൾപൊട്ടലിനെ തുടർന്ന് അട്ടമല പള്ളിക്ക് സമീപത്തെ എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിലായിരുന്നു ബാലൻ താമസിച്ചിരുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തബാധിത മേഖലയാണ് അട്ടമല. ചൂരൽമലയിൽ നിന്നുമാണ് അട്ടമലയിലേക്ക് പോകുന്നത്. ദുരന്തത്തിന് ശേഷം അട്ടമലയിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നു. ഏതാനും ആദിവാസി കുടുംബങ്ങൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. ഉരുൾപൊട്ടലിന് ശേഷം മുണ്ടക്കായ്, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ പൂർണ്ണമായും മാറ്റി പാർപ്പിച്ചു. ജനവാസമില്ലാതായ ഈ പ്രദേശങ്ങളിൽ പകൽ സമയത്ത് പോലും കാട്ടാന എത്തുന്ന സാഹചര്യമായിരുന്നു. തേയില എസ്റ്റേറ്റുകളിലും കൃഷിയിടങ്ങളിലും വന്യമൃഗങ്ങൾ എത്താൻ തുടങ്ങിയതോടെ പലവട്ടം വനവകുപ്പ് ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞിരുന്നു. ഇവിടെ നിന്നും ആളുകൾ ഒഴിഞ്ഞുപോയെങ്കിലും കൃഷിയിടങ്ങളിലും എസ്റ്റേറ്റിലും പണിയെടുക്കുന്നതിനായി പകൽ സമയത്ത് ഇവിടെ പണിക്കാർ എത്തും. വനം വകുപ്പ് വാച്ചർമാരെ ഉൾപ്പെടെ നിയോഗിച്ചിരുന്നെങ്കിലും പ്രയോജനമുണ്ടായില്ല. ചൊവ്വാഴ്ച ബത്തേരിയിൽ ആദിവാസി യുവാവിനെ കാട്ടാന കുത്തിക്കൊന്നിരുന്നു. സമാനമായ അവസ്ഥയാണ് അട്ടമലയിലുമുണ്ടായത്. ബാലനെ കഴിഞ്ഞ രാത്രിയിലാണ് ആന കൊന്നതെന്നാണ് കരുതുന്നത്. ഇടവഴിയിലൂടെ വീട്ടിലേക്ക് പോയപ്പോഴാണ് ആക്രമണമുണ്ടായത്. ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. അതിനിടെ വന്യജീവി ആക്രമണങ്ങൾ എല്ലാം ജനവാസ മേഖലയിലല്ലെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. വന്യജീവി ആക്രമണങ്ങൾ വനത്തിനുള്ളിലും പുറത്തും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണങ്ങൾ എവിടെയാണെന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞ മന്ത്രി താൻ വിവാദ പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും പറഞ്ഞു. ആദിവാസികളല്ലാത്തവർ എന്തിനാണ് വനത്തിലെത്തുന്നതെന്ന് പരിശോധിക്കണം. അത് നിയമവിരുദ്ധമാണെന്നും വനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ ദേശീയ കുറ്റാന്വേഷണ ഏജൻസിയും പോലീസും തിരയുന്നവരും US-ൽ കഴിയുന്നവരുമായ കുറ്റവാളികളുടെ പട്ടിക തയ്യാറാക്കി കേന്ദ്ര സർക്കാർ. ഈ പട്ടിക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ US അധികൃതർക്ക് കൈമാറിയേക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ. കുപ്രസിദ്ധ കുറ്റവാളികളായ ഗോൾഡി ബ്രാർ, അൻമോൾ ബിഷ്ണോയ്, ധർമൻജോത് കഹ്ലോൻ, അമൃത്പാൽ സിംഗ് തുടങ്ങിയവരുടെ പേരുകൾ പട്ടികയിലുണ്ടെന്നാണ് വിവരം. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശാനുസരണം ഇന്ത്യയുടെ മുൻനിര കുറ്റാന്വേഷണ ഏജൻസികളാണ് US-ൽ താമസിക്കുന്ന കുറ്റവാളികളുടെ പേര് ഉൾപ്പെട്ട പട്ടിക തയ്യാറാക്കിയത്. ഇവരുടെ പേരിലുള്ള കേസുകളുടെ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോ ലോകത്തലവൻ ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരനായ അൻമോൾ നിലവിൽ US ജയിലിലാണുള്ളത്. NCP നേതാവും മഹാരാഷ്ട്ര മുൻ മന്ത്രിയുമായ ബാബ സിദ്ദിഖിയുടെ കൊലപാതകത്തിന്റെ ആസൂത്രകനും അൻമോൾ ആണെന്നാണ് വിവരം. വ്യാജരേഖകൾ ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ ശ്രമിച്ചതിനെ നവംബർ മാസത്തിലാണ് US ഇമിഗ്രേഷൻ അധികൃതർ ഇയാളെ അറസ്റ്റ് ചെയ്തത്. പഞ്ചാബി ഗായകൻ സിദ്ധു മുസേവാലയുടെ കൊലപാതകത്തിന്റെ ആസൂത്രകനാണ് ഗോൾഡി ബ്രാർ. ബിഷ്ണോയ് സംഘത്തിന്റെ ഭാഗമായ അയാൾ പഞ്ചാബ് സ്വദേശിയാണ്.
2017 സ്റ്റുഡന്റ് വിസയിൽ കാനഡയിലെത്തിയ അയാൾ പിന്നീട് കാലിഫോർണിയയിലേക്ക് തട്ടകം മാറ്റുകയായിരുന്നു. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ വധഭീഷണി മുഴക്കിയ ആളെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു. മുംബൈ ചേംബൂർ മേഖലയിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത്. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. മോദി യാത്ര ചെയ്യുന്ന വിമാനം തകർക്കുമെന്നായിരുന്നു മുംബൈ പോലീസിന് ഭീഷണി സന്ദേശം ലഭിച്ചത്. തുടർന്ന് വിവിധ ഏജൻസികൾ അന്വേഷണം നടത്തിയിരുന്നു. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് മറ്റ് ഏജൻസികളും കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കും. നിലവിൽ പ്രധാനമന്ത്രി തന്റെ വിദേശ സന്ദർശനം തുടരുകയാണ്. അമേരിക്ക സന്ദർശനം കൂടി കഴിഞ്ഞ ശേഷമേ മോദി തിരിച്ചെത്തുകയുള്ളൂ. കാടിനുള്ളിലാണ് വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായതെന്ന് വനമന്ത്രി പറയുന്നത് തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഒരാഴ്ചക്കിടെ 5 പേർ മരിച്ചിട്ടും ഒരു നടപടിയുമില്ല, യോഗങ്ങളില്ല, പരിഹാരമാണ് വേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞെട്ടിക്കുന്ന വാർത്തകളാണ് മലയോരത്തു നിന്നും വീണ്ടും വരുന്നത്. 3 ദിവസത്തിനുള്ളിൽ 4 പേരെയാണ് ആന ചവിട്ടിക്കൊന്നത്. ഒരാഴ്ചക്കിടെ 5 പേരാണ് കൊല്ലപ്പെട്ടത്. അടിയന്തിരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സർക്കാരിൽ നിന്ന് ഒന്നും ഉണ്ടാകുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. വനാതിർത്തികളിലെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കുന്ന നടപടിയാണ് സർക്കാർ ഇപ്പോഴും സ്വീകരിക്കുന്നത്. കാടിനുള്ളിൽ വെള്ളമില്ലാത്തതുകൊണ്ടാണ് ആന ഇറങ്ങുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ വെള്ളവും ഭക്ഷണവും കാട്ടിനുള്ളിൽ നൽകാൻ സംവിധാനം ഒരുക്കണം. ആന കൂടുതലായി ഇറങ്ങുന്ന സ്ഥലങ്ങളിലെ കാടുകളിൽ വെള്ളവും ഭക്ഷണം എത്തിക്കാനുള്ള സംവിധാനം മറ്റു സംസ്ഥാനങ്ങളിലുണ്ട്. നേരത്തെ കേരളവും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആനകൾ കൂടുതലായി ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം. കാടിനുള്ളിലാണ് വന്യജീവികളുടെ ആക്രമണങ്ങൾ ഉണ്ടായതെന്ന് വനമന്ത്രി പറയുന്നത് തെറ്റാണ്. പ്ലാന്റേഷനിലും വയലിലുമാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വനാവകാശ നിയമപ്രകാരം കാട്ടിനുള്ളിൽ ആദിവാസികൾ താമസിക്കുന്നുണ്ട്. അല്ലാതെ അതിക്രമിച്ച് കാട്ടിലേക്ക് കയറിയവരെയല്ല വന്യജീവികൾ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണമുണ്ടായത് കാടിന് പുറത്താണ്. വനാതിർത്തിക്ക് 15 കിലോമീറ്റർ ദൂരെ വന്യജീവി ശല്യമുണ്ട്. ആന ചവിട്ടിക്കൊന്നവരൊന്നും അതിക്രമിച്ച് കയറിയവരോ വേട്ടയാടലിന് പോയവരോ മാവോയിസ്റ്റുകളോ അല്ല. വനവിഭവം കൊണ്ട് ജീവിക്കാൻ നിയമപരമായി അവകാശമുള്ളവരാണ്. അവരെ മന്ത്രി എന്തിനാണ് പരിഹസിക്കുന്നത്? യോഗങ്ങൾ നടക്കുന്നതല്ലാതെ പരിഹാരമുണ്ടാകുന്നില്ല. കൂടുതൽ ആനയിറങ്ങി കൂടുതൽ പേർ മരിക്കുമെന്നാണോ മന്ത്രി പറയുന്നത്? ഒരാഴ്ചക്കിടെ 5 പേരെയാണ് വിവിധ സ്ഥലങ്ങളിൽ ആന ചവിട്ടിക്കൊന്നിരിക്കുന്നത്. സർവകക്ഷി യോഗം പോലും വിളിക്കാതെ സർക്കാർ നിസ്സംഗരായി ഇരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന പോലീസ് അതിക്രമവും വീഴ്ചയും നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. നെന്മാറ സംഭവത്തിൽ വീഴ്ച പോലീസിന് തന്നെയെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ഗുണ്ടകളുടെ സമ്മേളനങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ UDF അംഗം എം ഷംസുദ്ദീൻ MLA കൊണ്ടുവന്ന പ്രമേയത്തിനെ പോലീസിന് ന്യായീകരിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പ്രതിപക്ഷ നേതാവ് വിഷയത്തിൽ സംസാരിക്കുന്നതിനിടെ പ്രസംഗം വേഗത്തിൽ തീർക്കാൻ സ്പീക്കർ പറഞ്ഞതോടെ ഇരുവരും തമ്മിൽ വാക്പോരുണ്ടായി. നെന്മാറയിലെ കൊലക്കേസ് പ്രതി ചെന്താമര ജാമ്യത്തിലിറങ്ങി നടത്തിയ കൊലയടക്കം പോലീസ് വീഴ്ചയെന്നാണ് ഷംസുദ്ദീൻ ആരോപിച്ചത്. ചെന്താമരയ്ക്ക് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകുന്നതിനെ പോലീസ് കോടതിയിൽ എതിർത്തിരുന്നുവെന്നും പ്രതി ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിനെ പോലീസ് താക്കീത് ചെയ്തിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നടപടിയിൽ വീഴ്ച വരുത്തിയ പോലീസ് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ നടപടിയെടുത്തു. പോലീസുകാർക്കെതിരെ കേസെടുത്തു. ചെറിയ വീഴ്ചകളെ പൊതുവൽക്കരിച്ച് പോലീസിനെതിരെ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. സഭ നിർത്തി ചർച്ച വേണ്ടെന്നും മുഖ്യമന്ത്രി നിലപാടെടുത്തു. ക്രമസമാധാന നില ഇത്ര മോശമായ സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ഷംസുദ്ദീൻ കുറ്റപ്പെടുത്തി. നെന്മാറ സംഭവത്തിന് കാരണം പോലീസ് വീഴ്ചയാണ്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ആ കുട്ടികളെ സർക്കാർ ഏറ്റെടുക്കണം. പത്തനംതിട്ടയിലെ പോലീസ് അതിക്രമത്തിനെതിരെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് ഒരു നടപടിയും എടുത്തിട്ടില്ല. ഗുണ്ടകളും പോലീസും തമ്മിലുള്ള ബന്ധം ശക്തമാണ്. ബോംബെ അധോലോകത്തെ കേരളത്തിലേക്ക് പറിച്ചു നടന്നു. ഗുണ്ടകൾ നടത്തുന്ന ലഹരി പാർട്ടിയിൽ പോലീസ് ഡിവൈഎസ്പി മുഖ്യാതിഥിയാകുന്നു. തുമ്പ പോലീസ് ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങി. കൈക്കൂലി ഡിജിറ്റലൈസ് ചെയ്ത സംസ്ഥാനമായി കേരളം മാറിയെന്നും അദ്ദേഹം ആരോപിച്ചു. മറുപടി പ്രസംഗത്തിന് എഴുന്നേറ്റ മുഖ്യമന്ത്രി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് ബഹളമുണ്ടാവുകയും സഭയിൽ വാക്പോരിലേക്ക് നീങ്ങുകയും ചെയ്തു. നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്നത് പഴയ ഉത്തരവാണെന്നും പിന്നീട് നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുതെന്ന് ഇളവ് തിരുത്തിയത് കോടതിയാണെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ജാമ്യവ്യവസ്ഥ ലംഘിച്ചാൽ അതിൽ തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ചെന്താമര കൊടും ക്രിമിനലാണ്. ഞാൻ ചെന്താമരയെ ന്യായീകരിക്കുന്നില്ല.
ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ചെന്താമരയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ നെന്മാറ കേസിൽ പറഞ്ഞത് കോടതി ജാമ്യ വ്യവസ്ഥകൾ ലിഫ്റ്റ് ചെയ്തു എന്നാണ്. പക്ഷെ എപ്പോഴും ഏറ്റവും അവസാനത്തെ കോടതി ലിഫ്റ്റ് ചെയ്ത ഉത്തരവിലും കൃത്യമായിട്ട് കോടതി പറഞ്ഞിരുന്നത് പെറ്റീഷണർ ഷാൽ നോട്ട് എൻ്റർ ഇൻ ടു ദ ലിമിറ്റ്സ് ഓഫ് നെന്മാറ പഞ്ചായത്ത് അൺടിൽ ദ കൺക്ലൂഷൻ ഓഫ് ട്രയൽ. ഇതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്തിനകത്ത് കയറാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ പറഞ്ഞതുപോലെ 1.5 മാസക്കാലം അയാൾ 5 വർഷം മുമ്പ് കൊന്ന സ്ത്രീയുടെ വീടിനടുത്ത് അയാൾ താമസിക്കുകയാണ്, തൊട്ടടുത്ത്. എന്നിട്ട് അവരുടെ ഭർത്താവിനെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ മക്കളെയും അടക്കം 5 പേരെ കൊല്ലും എന്ന് അയാൾ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയാണ് 1.5 മാസക്കാലം. രാത്രിയാകുമ്പോൾ അയാൾ പുറത്തിറങ്ങി ആയുധം കാണിച്ച ആളുകളെ വരട്ടും. ഇതാണ് ഇവിടെ പറഞ്ഞത്. പ്രമേയ അവതാരകൻ പറഞ്ഞത് ഈ കുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു, ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. അടുത്ത വീട്ടിലെ ഒരു സ്ത്രീ പോയി പരാതി കൊടുത്തു, ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് അയാൾ ഞങ്ങളുടെ വീടിനടുത്ത് താമസിച്ച് അയാൾ ആയുധത്തിന് മൂർച്ച കൂട്ടി അയാൾ ആയുധവുമായി പുറത്തിറങ്ങി നടക്കുന്നു എന്ന് പരാതി കൊടുത്തിട്ട് 1.5 മാസക്കാലം നിങ്ങളുടെ പോലീസ് എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. കോടതി പോണെങ്കിൽ കോടതി പോയി ജാമ്യ വ്യവസ്ഥകൾ ലിഫ്റ്റ് ചെയ്ത് മാറ്റി അയാളെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടി സ്വീകരിച്ചോ പോലീസ്? 1.5 മാസക്കാലം ഒരു സ്ത്രീയെ കൊന്ന കേസിലെ കൊലപാതകി തൊട്ടടുത്ത വീട്ടിൽ വന്ന് ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ വരെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ എവിടെയായിരുന്നു ഈ പോലീസ്? അതാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയണം. മാത്രമല്ല, ഇത് ഗുണ്ടകളുടെ വിഹാരരംഗമാണ് കേരളം. പോലീസിന്റെ റിപ്പോർട്ട് തന്നെ 2000-ലധികം ഗുണ്ടകൾ കേരളത്തിൽ സ്വൈരവിഹാരം നടത്തുന്നു എന്നാണ്. കേരളത്തിൽ ഉടനീളം എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായി നടക്കുകയാണ്. എല്ലാ സ്ഥലത്തും ഇപ്പൊ ഗുണ്ടകളുടെ സമ്മേളനങ്ങളാണ്. ഈ പോലീസ് സ്റ്റേഷൻ നമ്മൾ ഏരിയ സമ്മേളനവും KPCC അല്ല, ഏരിയ സമ്മേളനവും ലോക്കൽ സമ്മേളനവും നടക്കുന്നത് പോലെ അല്ല. ഗുണ്ടകൾ സമ്മേളനം നടത്തുകയാണ്. ഞാൻ പറയാം, ഇനി ഗുണ്ടകൾ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ സമ്മേളനം നടത്തട്ടെ, റൂറൽ SP-യുടെ കീഴിലുള്ള ഏരിയയിൽ ഒരുമിച്ച് കൂടട്ടെ, സംസ്ഥാന സമ്മേളനം നടക്കട്ടെ. എല്ലാ സ്ഥലത്തും ഗുണ്ടകളുടെ യോഗങ്ങൾ നടക്കുകയാണ്. ബർത്ത്ഡേ പാർട്ടികൾ നടക്കുകയാണ്. ഗുണ്ടകളുടെ ബർത്ത്ഡേ പാർട്ടികൾ നടക്കുകയാണ്. ഇതെല്ലാം വാർത്തകൾ വരുന്നതല്ലേ? ഇതെല്ലാം പുതുമയാണോ? ഗുണ്ടകൾ യോഗം കൂടി അവരുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ്. നിങ്ങൾ ഒരു SFI-കാരനെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ, വധശ്രമ കേസിലെ പ്രതിയെ നിങ്ങൾ പാർട്ടിയിലേക്ക് സ്വീകരിച്ചില്ലേ പത്തനംതിട്ടയിൽ? അയാൾ ബർത്ത്ഡേ പാർട്ടി നടത്തി എവിടെയാണെന്നറിയാം മുഖ്യമന്ത്രിക്ക്? അയാളെ ജംഗ്ഷനിൽ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് കാറിന്റെ ബോണറ്റിൽ കേക്ക് വെച്ചിട്ട് ഗുണ്ടകൾ എല്ലാവരും കൂടി നിന്നിട്ടാണ് കേക്ക് മുറിച്ച് അയാളുടെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ചത്. ജംഗ്ഷനിൽ കാപ്പ കേസിലെ പ്രതി നിങ്ങൾ മാലയിട്ട് സ്വീകരിച്ചു കൊണ്ടുവന്ന കാപ്പ കേസിലെ പ്രതി, ഒരു വിദ്യാർത്ഥി പ്രവർത്തകനെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി, മന്ത്രിയാണ് മാലയിട്ട് സ്വീകരിച്ചത്. എന്നിട്ട് ആള് അല്ല ബോണറ്റിൽ കാറിന്റെ ബോണറ്റിൽ ജംഗ്ഷനിൽ കൊണ്ടുപോയിട്ട് ബർത്ത്ഡേ പാർട്ടി നടത്തുകയാണ്. അവർ നടത്തുന്ന ബർത്ത്ഡേ പാർട്ടി, അവർ നടത്തുന്ന ഡ്രഗ് പാർട്ടി, അവർ നടത്തുന്ന DJ പാർട്ടി മുഖ്യ അതിഥികളായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുന്നു എന്ന പരാതി. പങ്കെടുത്തില്ലേ? എത്ര സ്ഥലത്ത് DYSP-മാർ, CI-മാർ ഈ ഗുണ്ടകൾ നടത്തുന്ന പാർട്ടിയിലെ മുഖ്യാതിഥി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോവുക പോലീസ്. അതാണ് ഗുണ്ട പോലീസ് നെക്സസ് ഉണ്ടെന്ന് പറഞ്ഞ്. സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ധാരാളമുണ്ട്, ഞങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും സംശയമൊന്നുമില്ല. പോലീസിൽ എല്ലാ കാലത്തും നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, അതൊന്നും സംശയമൊന്നുമില്ല. പക്ഷേ ക്രിമിനലുകളുടെ എണ്ണം. ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആയുധ വിതരണക്കാരായ ഫ്രാൻസ് ഇന്ത്യയിൽ നിന്നും ആയുധം വാങ്ങാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പിനാക്ക റോക്കറ്റ് സംവിധാനം വാങ്ങാൻ ഫ്രാൻസ് ആലോചിക്കുന്നുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ പങ്കാളിയാണ് ഫ്രാൻസ്. യുദ്ധവിമാനങ്ങളും അന്തർവാഹികളും ആയുധങ്ങളും ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിലും ഫ്രാൻസ് ഇന്ത്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിയിരുന്നില്ല. പിനാക്ക റോക്കറ്റ് സംവിധാനം
ഫ്രാൻസ് വാങ്ങുന്നതോടെ പുതിയ ചരിത്രം പിറക്കും. 1999 കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെ വിറപ്പിച്ച ഇന്ത്യയുടെ ഗൈഡഡ് പിനാക്ക ആയുധ സംവിധാനത്തിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായിരുന്നു. അമേരിക്കയുടെ പ്രമുഖ റോക്കറ്റ് ലോഞ്ചറിനെ വെല്ലുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന പിനാക്ക വാങ്ങാൻ ഫ്രാൻസും അർമേനിയയും നേരത്തെ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. പരീക്ഷണങ്ങളെല്ലാം വിജയിച്ച് പിനാക്ക കരുത്ത് തെളിയിച്ചതോടെയാണ് ഫ്രാൻസ് ഇന്ത്യൻ റോക്കറ്റിൽ കണ്ണുവെച്ചത്. ഒന്നിലധികം ലക്ഷ്യങ്ങളിലേക്ക് ഒരുമിച്ച് ഉന്നമിക്കാനാവുന്ന പിനാക്ക റോക്കറ്റ് ലോഞ്ചർ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ DRDO തദ്ദേശീയമായി വികസിപ്പിച്ചതാണ്. റോക്കറ്റ് സംവിധാനം ഇന്ത്യൻ സേനയിലേക്ക് സംയോജിപ്പിക്കുന്നതിന് മുൻപുള്ള എല്ലാ പരീക്ഷണങ്ങളും പൂർത്തിയായതായാണ് DRDO വ്യക്തമാക്കുന്നത്. 90 കിലോമീറ്റർ പരിധിയിലുള്ള പ്രീ ഫ്ലൈറ്റ് ആർട്ടിലറി റോക്കറ്റ് ഈ സംവിധാനത്തിൽ ഉൾപ്പെടുന്നു. മൾട്ടി ട്യൂബ് ലോഞ്ചർ വെഹിക്കിൾ അടക്കമുള്ള സംവിധാനങ്ങളും ലോഞ്ചറിലുണ്ട്. മൾട്ടി ബാരൽ റോക്കറ്റ് സിസ്റ്റത്തിൽ 6 റോക്കറ്റുകൾ വീതമുള്ള 2 പോഡുകളുണ്ട്. 72 റോക്കറ്റുകൾ വരെ വിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് പുതിയ ലോഞ്ചർ. ലോഞ്ചർ മാനുവൽ, റിമോട്ട്, സ്റ്റാൻഡ് അലോൺ, ഓട്ടോണമസ് മോഡുകളിൽ പ്രവർത്തിപ്പിക്കാനാകുമെന്ന പ്രത്യേകതയും പുതിയ ലോഞ്ചറിനുണ്ട്. 1999 കാർഗിൽ യുദ്ധകാലത്താണ് പിനാക്കയുടെ ആദ്യ വിന്യാസം. റഷ്യൻ ഗ്രാഡ് BM-21 റോക്കറ്റ് ലോഞ്ചറിനെ പകരമായാണ് ഇന്ത്യൻ സേനയിൽ പിനാക്ക സംവിധാനം വിന്യസിക്കുന്നത്. യുദ്ധത്തിനിടെ ഉയർന്ന പ്രദേശത്തുള്ള പാക് പൊസിഷനുകൾ തകർക്കുന്നതിൽ പിനാക്ക വഹിച്ച പങ്ക് ഏറെ പ്രധാനമാണ്. അന്ന് പാകിസ്ഥാനെ വിറപ്പിച്ച പിനാക്ക ലോഞ്ചർ വീണ്ടും അവതരിക്കുകയാണ്. പരീക്ഷണ വിജയത്തിന് പിന്നാലെ സംഘർഷബാധിത പ്രദേശമായ അർമേനിയയിൽ നിന്നും പിനാക്കയ്ക്ക് ആദ്യ ഓർഡർ ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഫ്രാൻസും തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയുടെ നൂതന റോക്കറ്റ് സംവിധാനം പിനാക്ക പരീക്ഷിച്ചത്. പിനാക്കയുടെ പ്രഹരശേഷിയിലും കൃത്യതയിലും ഫ്രാൻസ് തൃപ്തരാണെന്നാണ് വിവരങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനത്തിൽ പിനാക്കയുടെ കാര്യവും ചർച്ചയിൽ ഉൾപ്പെട്ടേക്കാമെന്നാണ് സൂചന. എന്നാൽ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങുന്നത് വിദ്യാഭ്യാസ കച്ചവടത്തിനല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂരിൽ CPM ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDFും സർക്കാരും ചെയ്യുന്നതിനെ അനാവശ്യമായി വിമർശിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. LDFും സർക്കാരും ഒരു കാര്യം ചെയ്താൽ അത് സാമൂഹിക നീതി ഉറപ്പാക്കി മാത്രമേ ചെയ്യൂ. സ്വകാര്യ സർവകലാശാലകളിൽ പൊതുസംവരണം ഉണ്ടാകും. സ്വകാര്യ സർവകലാശാലകളിൽ സാമൂഹ്യനീതി പ്രതിഫലിക്കും. ഇത് സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വരുമാനം മദ്യത്തിൽ നിന്നുള്ള വരുമാനമാണെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം വിമർശിച്ചു. തനത് നികുതി വരുമാനത്തിന്റെ 3.7% മാത്രമാണ് സംസ്ഥാനത്തിന്റെ മദ്യത്തിൽ നിന്നുള്ള വരുമാനമെന്നത് റിസർവ് ബാങ്ക് പുറത്തുവിട്ട കണക്കാണ്. പിന്നെങ്ങനെയാണ് കേരളത്തിന്റേത് വലിയ മദ്യവരുമാനമാണെന്ന് പറയാൻ കഴിയുക? ഉത്തർപ്രദേശിൽ 22%, മധ്യപ്രദേശിൽ 16%മാണ് മദ്യത്തിൽ നിന്നുള്ള വരുമാനം. ഇതെല്ലാം താരതമ്യപ്പെടുത്തിയാൽ കേരളത്തിന്റേത് കുറവല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. സംസ്ഥാനത്ത് ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരു കുറവും വരുത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു. UDF അധികാരത്തിൽ നിന്ന് ഒഴിയുമ്പോൾ 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയായിരുന്നു. അന്ന് പെൻഷൻ തുക മാസം 600 രൂപയായിരുന്നു. LDF അധികാരത്തിൽ വന്ന് കുടിശ്ശിക തീർത്തു. 1600 രൂപയാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ നൽകുന്നത്. കേന്ദ്ര സർക്കാരാണ് ചില മാസങ്ങളിൽ പെൻഷൻ മുടങ്ങാൻ കാരണം. മുടങ്ങിയത് കൃത്യമായി നൽകുമെന്ന് പറഞ്ഞു. 2 ഗഡു ഇതിനോടകം നൽകി. ബാക്കി അടുത്ത സാമ്പത്തിക വർഷത്തിൽ നൽകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം ആയുധ കച്ചവടം ഉറപ്പാക്കാനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് മുൻപ് അമേരിക്ക സന്ദർശിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവാണ്. അതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി പോകുന്നത്. 2 സന്ദർശനങ്ങളും യാദൃശ്ചിക സന്ദർശനമായി കാണാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ കേരളത്തിലെ നിരവധി കോളേജുകൾ ഈ റാങ്കിങ്ങിൽ നല്ല നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. മാറ്റം എങ്ങനെ വരുന്നു എന്നുള്ളതല്ലേ ഇത് കാണിക്കുന്നു. ഇപ്പോൾ 2021 LDFന് തുടർഭരണം ജനങ്ങൾ തീരുമാനിച്ചപ്പോൾ അതിലുള്ള ഒരു പ്രഖ്യാപനം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായി ഇടപെടുമെന്നായിരുന്നു. ആ ഇടപെടൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരം മാറ്റങ്ങൾ വന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റത്തെ ആർക്കെങ്കിലും
കണ്ടില്ല എന്ന് വെക്കാൻ പറ്റുമോ? ഞങ്ങൾ ഇതുകൊണ്ട് തൃപ്തരല്ല. ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന ഒട്ടേറെ പരിഷ്കാരങ്ങളുണ്ട്. ഇന്ന് ഇന്ത്യയിൽ 26 സംസ്ഥാനങ്ങളിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല നല്ല രീതിയിൽ യശസ് നേടിയ വിദ്യാഭ്യാസ മേഖലയാണ്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുമേഖലയുള്ളത് ഞാൻ പറഞ്ഞു, സ്വകാര്യ മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവയുണ്ട്. ആ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പല രീതിയിൽ പുതിയ തരത്തിൽ പ്രവർത്തിക്കണമെന്ന ആഗ്രഹങ്ങളുണ്ട്. അതിന് തടസ്സം നിൽക്കണോ? വിദ്യാഭ്യാസ കച്ചവടത്തിൻ്റെ അവസരമൊരുക്കി കൊടുക്കുകയല്ല, എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മികവ് നേടുന്നതിനാവശ്യമായ ഇടപെടലുണ്ടാവുക എന്ന് പ്രധാനമാണ്. അപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ മറ്റെല്ലായിടങ്ങളിലുമുള്ള കാര്യം കേരളത്തിൽ അനുവദിച്ചുകൂടെ എന്ന ചോദ്യം സ്വാഭാവികമായി ഞങ്ങൾ നേരിട്ടു. എന്തു ചെയ്യും? വേണ്ടാന്ന് വെക്കണോ? അത് അനുവദിക്കുന്നതാണ് നല്ലത് എന്ന നിലപാട് ഞങ്ങൾ എടുത്തു. അനുവദിക്കുമ്പോൾ കേരളത്തിൻ്റെതായ പ്രത്യേകതകൾ സൂക്ഷിക്കണം. ആ പ്രത്യേകതകളിൽ ഒന്ന്, ആ രംഗത്ത് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യനീതി ശരിയായ രീതിയിൽ പ്രതിഫലിപ്പിക്കാനാവണം. വെറും കച്ചവട മനസ്ഥിതിയോടെ സമീപിക്കുന്ന നില വരരുത്. അതിനുള്ള വ്യവസ്ഥകൾ ബില്ലിലുണ്ടാവുക എന്താണ് പ്രധാനം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള റിസർവേഷൻ, അവരുടെ ഫീസ് നിരക്ക്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി വ്യവസ്ഥ ചെയ്യപ്പെടണം. അതോടൊപ്പം പൊതുവായ റിസർവേഷൻ, അതുമായും വ്യക്തത ഉണ്ടാക്കണമെന്ന് തന്നെയാണ് കണ്ടത്. ഇത്തരത്തിലുള്ള വ്യക്തതകളോടുകൂടിയാണ് നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന ബില്ല് തന്നെ അവതരിപ്പിക്കാൻ പോകുന്നത്. അത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ വരും. ആ ചർച്ചയുടെ ഭാഗമായി തീരുമാനങ്ങളിലേക്കും എത്തും. അപ്പോഴാണ് ബില്ല് പ്രാവർത്തികമാവുക. കിട്ടിപ്പോയൊരവസരം LDF-നെയും സർക്കാരിനെയും ഇതിൻ്റെ ഭാഗമായി ഒന്ന് വിമർശിച്ച് കളയാം എന്ന് കരുതി പുറപ്പെടുന്നവർ, അതൊന്നും LDF-നെയും സർക്കാരിനെയും ബാധിക്കുന്ന കാര്യമല്ല. മുൻ കേരള സാങ്കേതിക സർവകലാശാല VC സിസ തോമസിന് ഒരാഴ്ചക്കകം സംസ്ഥാന സർക്കാർ പെൻഷനും കുടിശ്ശികയും നൽകണം. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റേതാണ് ഉത്തരവ്. 2023 വിരമിച്ച ശേഷം സിസ തോമസിന് ഇതുവരെ ആനുകൂല്യങ്ങളൊന്നും നൽകിയിരുന്നില്ല. സർക്കാരിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് സിസ തോമസിന്റെ പരാതിയിൽ ട്രിബ്യൂണലിന്റെ ഉത്തരവ്. സർക്കാർ നോമിനികളെ മറികടന്ന് അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് സിസ തോമസിനെ KTU-VC ആയി നിയമിച്ചത്. അന്നു മുതലാണ് തർക്കം തുടങ്ങുന്നത്. സിസയ്ക്കെതിരായ അച്ചടക്ക നടപടികളുമായി മുന്നോട്ടു പോയ സർക്കാരിനെ വിവിധ കോടതികളിൽ നിന്ന് തിരിച്ചടി കിട്ടിയെങ്കിലും ആനുകൂല്യങ്ങൾ ഇതുവരെ നൽകിയിരുന്നില്ല. അടുത്തിടെ സിസ തോമസിനെ ഗവർണർ ഡിജിറ്റൽ VC ആയി നിയമിച്ചിരുന്നു. ഡോക്ടർ MS രാജശ്രീയെ അയോഗ്യയാക്കിയതിന് പിന്നാലെയാണ് ഗവർണർ KTU-VC സ്ഥാനത്തേക്ക് സിസയെ നിയമിച്ചത്. ആ നിയമനം ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സിസ തോമസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനും സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിനെതിരായ നിയമ പോരാട്ടം ട്രൈബ്യൂണൽ മുതൽ സുപ്രീം കോടതി വരെ നീണ്ടു. ഗവർണർ നടത്തിയ നിയമനം എല്ലായിടത്തും ശരിവെക്കപ്പെട്ടതോടെയാണ് നടപടിയില്ലാതെയായത്. എന്നാൽ ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ചപ്പോഴേക്കും സിസ സർവീസിൽ നിന്ന് വിരമിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം സിസയ്ക്ക് പെൻഷൻ ലഭിച്ചില്ല. വിരമിക്കലിന് ശേഷം പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിനാൽ സിസ വിവരാവകാശ നിയമപ്രകാരം സർക്കാരിനെ സമീപിച്ചപ്പോഴാണ് സർക്കാർ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്ന കാര്യം വ്യക്തമാക്കിയത്. അപ്പീൽ പോകുന്നതിനാൽ തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകാനാവില്ലെന്നായിരുന്നു സിസയ്ക്ക് സർക്കാരിന്റെ മറുപടി. എന്നാൽ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി വന്ന ശേഷവും സിസയ്ക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല.
നിർമ്മിത ബുദ്ധിയുടെ വൻ അവസരങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരുമെന്ന് ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചെ. പാരീസിൽ നടന്ന AI ഉച്ചകോടിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഗൂഗിൾ മേധാവി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുവാനിരിക്കുന്ന വലിയ AI സാധ്യതകളെക്കുറിച്ച് എക്സ് പോസ്റ്റിൽ എടുത്തു പറഞ്ഞത്. രാജ്യത്തെ ഡിജിറ്റൽ പദ്ധതികൾ ത്വരിതപ്പെടുത്തുന്നതിന് ഗൂഗിളും ഇന്ത്യയും തമ്മിലുള്ള സഹകരണ സാധ്യതയും സുന്ദർ ചൂണ്ടിക്കാട്ടി. AI ആക്ഷൻ ഉച്ചകോടിക്കിടെ പാരീസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താനായതിൽ സന്തോഷമുണ്ട്. ഇന്ത്യക്ക് AI കൊണ്ടുവരുന്ന അവിശ്വസനീയമായ അവസരങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ ഡിജിറ്റൽ പരിവർത്തനങ്ങളിൽ ഗൂഗിളുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തുവെന്നും സുന്ദർ പറഞ്ഞു. നേരത്തെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്നാണ് നിർമ്മിത ബുദ്ധിയെന്ന് ഉച്ചകോടിയിൽ സംസാരിച്ച സുന്ദർ പറഞ്ഞിരുന്നു. AI സാങ്കേതികവിദ്യ ഒരു സുവർണ കാലഘട്ടം തീർക്കും. AIയെ വേണ്ടവിധം ഉപയോഗപ്പെടുത്താത്തതാണ് ഏറ്റവും വലിയ അപകടം. AI വികസനത്തിനായി ഗൂഗിൾ $7,500 കോടി നിക്ഷേപിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. AIയുടെ മുഴുവൻ സാധ്യതകളെയും ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ 4 പ്രധാന ഘടകങ്ങളും സുന്ദർ ചൂണ്ടിക്കാട്ടി. നവീകരണവും വ്യാപനവും പ്രോത്സാഹിപ്പിക്കൽ, അടിസ്ഥാന സൗകര്യമൊരുക്കൽ, തൊഴിൽ മേഖലയെ AIയുമായി പൊരുത്തപ്പെടുത്തൽ, ബോധപൂർവവും ഉത്തരവാദിത്തോടെയുമുള്ള മുന്നേറ്റം എന്നിവയാണവ. AIയുടെ സാധ്യതകൾ മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ പരിമിതികളെക്കുറിച്ചും വ്യക്തമായ ബോധം വേണം. കൃത്യത സംബന്ധിച്ച പ്രശ്നങ്ങൾ, ദുരുപയോഗ സാധ്യതകൾ, ഡിജിറ്റൽ ഡിവൈഡിലൂടെ വരുന്ന അപകടങ്ങൾ എന്നിവ ശ്രദ്ധിക്കണമെന്നും ഗൂഗിൾ സിഇഒ മുന്നറിയിപ്പ് നൽകി. PC ചാക്കോ NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് രാജിക്കത്ത് കൈമാറിയതെന്നാണ് വിവരം. AK ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുവാൻ നടന്ന നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് നടക്കാതെ പോയതിന് പിന്നാലെയാണ് അധ്യക്ഷ പദവി ഉപേക്ഷിക്കുവാനുള്ള PC ചാക്കോയുടെ നീക്കം. AK ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ട ചേരിപ്പോരാണ് രാജിക്ക് കാരണമെന്നാണ് വിവരം. 6-ാം തീയതി നടന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ നിന്ന് ശശീന്ദ്രൻ പക്ഷം വിട്ടുനിന്നിരുന്നു. ചാക്കോയുടെ നേതൃത്വത്തെ അംഗീകരിക്കില്ലെന്ന് ശശീന്ദ്രൻ പക്ഷം അറിയിച്ചിരുന്നു. 18-ന് വിളിച്ചിരുന്ന യോഗത്തിലും ശശീന്ദ്രൻ പക്ഷം പങ്കെടുക്കില്ലെന്നാണ് അറിയിച്ചിരുന്നത്. NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്ന് PC ചാക്കോയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മന്ത്രി AK ശശീന്ദ്രനെ അനുകൂലിക്കുന്നവർ ഒപ്പുശേഖരണം ആരംഭിച്ചിരുന്നു. ഇക്കാര്യത്തിൽ കുട്ടനാട് MLA തോമസ് കെ തോമസിന്റെ പിന്തുണയുണ്ടെന്നും അവകാശപ്പെട്ടിരുന്നു. മന്ത്രിയെയും MLAയെയും അനുകൂലിക്കുന്ന വിശ്വസ്തരായ നേതാക്കൾക്ക് ജില്ലകളുടെ ചുമതല നൽകിയാണ് ഒപ്പുശേഖരണം. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, കോട്ടയം, കോഴിക്കോട് ജില്ലകളിലെ ഒപ്പുശേഖരണം പൂർത്തിയായിരുന്നു. ദേശീയ സെക്രട്ടറി സതീഷ് തോന്നയ്ക്കൽ മുഖേന പരാതി അടുത്തയാഴ്ച ദേശീയ പ്രസിഡന്റ് ശരത് പവാർ, വർക്കിംഗ് പ്രസിഡന്റ് സുപ്രിയ സുളെ എന്നിവർക്ക് കൈമാറാനായിരുന്നു തീരുമാനം. ഒപ്പുശേഖരണത്തെക്കുറിച്ച് അറിഞ്ഞ ചാക്കോ താൻ മാറിയാൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM സുരേഷ് ബാബുവിനെയോ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KR രാജനെയോ പ്രസിഡന്റാക്കാനുള്ള നീക്കം നടത്തുന്നുണ്ടെന്നും വിവരമുണ്ടായിരുന്നു. മന്ത്രിസ്ഥാനം കിട്ടാതായതോടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം വേണമെന്ന കടുത്ത നിലപാടിലാണ് തോമസ് കെ തോമസ്. മന്ത്രിസ്ഥാനം ലഭിക്കാൻ ചാക്കോ വേണ്ടവിധം ശ്രമിച്ചില്ലെന്ന നീരസവും തോമസിനുണ്ട്. തന്നെ മന്ത്രിസ്ഥാനത്തു നിന്ന് മാറ്റണമെന്ന നിലപാടെടുത്തതോടെയാണ് AK ശശീന്ദ്രൻ PC ചാക്കോയ്ക്കെതിരെ തിരിഞ്ഞത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ED കൂടുതൽ വിവരങ്ങളും രേഖകളും ശേഖരിച്ചിരുന്നു. അതേസമയം ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. തട്ടിപ്പിൽ പ്രതിയായ സത്യസായി ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാർ മുൻകൂർ നൽകിയ ജാമ്യ ഹർജി വ്യാഴാഴ്ച തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും. കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയെ എതിർകക്ഷിയാക്കിയാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. മുഖ്യപ്രതി അനന്തുവിന്റെ ബാങ്ക് അക്കൗണ്ടുകളുടെ പരിശോധനയും അന്വേഷണ സംഘം തുടങ്ങി. പ്രാഥമിക പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്കായിരിക്കും റിമാൻഡിലുള്ള അനന്തുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക. പണം വാങ്ങിയ ജനപ്രതിനിധികളുടെ അടക്കം മൊഴിയെടുക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. പണം വാങ്ങാനിടയായ സാഹചര്യം ഇവർ പോലീസിന് മുന്നിൽ വ്യക്തമാക്കേണ്ടിവരും. തട്ടിപ്പ് പണത്തിന്റെ പങ്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവരെ പ്രതിയാക്കുമോ എന്നാണ് അറിയേണ്ടത്. പണം നഷ്ടമായവരുടെ മൊഴി എടുക്കുകയാണ് അടുത്ത വലിയ വെല്ലുവിളി. ഇതുകൂടാതെ പകുതി വിലയിൽ സ്കൂട്ടറും ലാപ്ടോപ്പും രാസവളവും തയ്യൽ മെഷീനും വാങ്ങിയവരുടെ മൊഴിയുമെടുക്കും. 65,000 പേർക്ക് സാധനങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നാണ് അനന്തകൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചതിൽ നിന്നും പോലീസിന്റെ നിഗമനം. കൈമാറിയ തൊണ്ടി മുതലുകൾ കസ്റ്റഡിയിൽ വാങ്ങി സൂക്ഷിക്കുക പ്രായോഗികമല്ലാത്തതിനാൽ രേഖപ്പെടുത്തി കൈമാറും.
കേസിന്റെ നടപടികൾ പൂർത്തിയാക്കുന്നവരെ കൈമാറ്റമോ വിൽപ്പനയോ പാടില്ലെന്ന വ്യവസ്ഥയിലാകും ഗുണഭോക്താക്കൾക്ക് സാധനങ്ങൾ മടക്കി നൽകുക. അങ്ങനെ വിപുലമായ പദ്ധതി തയ്യാറാക്കി അന്വേഷണം നടത്തിയാലും ഓരോ കുറ്റപത്രവും തയ്യാറാക്കാൻ സമയമെടുക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ പറയുന്നത്. നിലവിൽ അനന്തകൃഷ്ണനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ ജില്ലകളിലുമായി 100 കണക്കിന് പ്രതികളുണ്ട്. ഓരോരുത്തരുടെയും പങ്ക് പരിശോധിച്ച് അറസ്റ്റിലേക്ക് കടക്കുകയാണ് അടുത്ത വെല്ലുവിളി. കണ്ണൂർ സീഡ് സൊസൈറ്റി സെക്രട്ടറി പള്ളിക്കുന്ന് എടച്ചേരി മാനസം ഹൌസിൽ എ മോഹനൻ നൽകിയ പരാതിയിലാണ് ആനന്ദകുമാർ അടക്കം 7 പേരെ പ്രതികളാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രതികൾക്കെതിരെ വിശ്വാസവഞ്ചന, ചതി എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.